അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എവിടെയുള്ളത്? ന്യൂ ഫോമിലാണുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താ അവസ്ഥ പറയൂ. ആ പറയൂ. ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക്, നമുക്കിവിടെ കേറാനുള്ള എന്താ പറയാ സാഹചര്യം ഇല്ല. അപ്പൊ നമ്മള് വേറൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ന്യൂ ഫോം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ന്യൂ ഫോമിന്റെ അവസ്ഥ. നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. അപ്പം ഇനി നമുക്ക് വേറെ റെസ്റ്റോറന്റിൽ കാണാം. ശരി എന്നാലും ബൈ ബൈ ഗായ്സ്. അപ്പൊ നമ്മൾ ഖത്തറിലെത്തിയിരിക്കുന്നു. തണുപ്പ് കാരണം എന്റെ വായൊക്കെ എന്താ പറയാ വേർഡ്സ് വരുന്നില്ല. ബാക്കി ടീംസൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഖത്തറിലെത്തിയിരിക്കുന്നത്. എന്തായിരുന്നു കന്നഡ? എന്തായിരുന്നു പേര്? WMO ഖത്തറിലാണ് എത്തിയിരിക്കുന്നത്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. തണുക്കുന്നുണ്ടോ വിഷ്ണുട്ടാ? വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ എന്റെ ബൈക്കിടെ കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കാണുന്നില്ല. അയ്യോ, ഈ റെസ്റ്റോറൻറ്റിന്റെ ഔട്ട്ലെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഖത്തർ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. ടൈഗർ പ്രോൺസ്, ബീഫ് ബാരിയല്, റാബിറ്റ് അൽഫാം, ആവോലി പൊള്ളിച്ചത്, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഖത്തറിലെ അതന്നെ തിരക്ക് കാരണം നമുക്ക് സീറ്റ് കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ ടേബിളിൽ ആൾക്കാർ എണീറ്റാല് അപ്പൊ ഗായ്സ് നമ്മള് ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. അപ്പൊ ഗായ്സ് നമ്മളിപ്പം MO ഖത്തറിലാണുള്ളത്. WMO ഖത്തറിലാണ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഏകദേശം വന്നിട്ടൊരു 45 മിനിറ്റ്സിന്റെ മേലെ ഉണ്ടാവും. ഫുഡ് ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ ഇപ്പുറത്ത് പ്രേമാപ്പൻ എന്താ കഴിക്കണേ? ഫലൂദ. എങ്ങനെയുണ്ട്? ഹലോ, അപ്പൊ അവിടെ എന്താ കഴിക്കണേ? ക്ലബ് സാൻഡ്വിച്ച് ആണ്. എങ്ങനെയുണ്ട്? ഇവിടെ നമ്മുടെ ജാനിക്കുട്ടി ഉറങ്ങിപ്പോയി. ഇപ്പൊ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്നാ വൈബാന്നറിയോ? ഒടുക്കത്തെ മൂഡ് എന്ന് പറഞ്ഞാല് ഒരു തണുപ്പും അല്ലേ. നമ്മൾ കുറച്ചുനേരം ആ ഒരു ഏരിയ മാറി നിന്ന് വൈബടിച്ചു. നൈസ് സ്പോട്ട് എല്ലാം കൊണ്ട് നൈസ്. അശ്വതേച്ചി സൂപ്പ് എങ്ങനെയുണ്ട്? കുടിച്ചതിൽ വെച്ച് നല്ലതുണ്ട്. ഇവര് സൂപ്പ് കഴിക്കാണ്. സൂപ്പ് പിന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വിഷ്ണുട്ടാ സൂപ്പ് കഴിക്കണില്ലേ? ഇല്ല, കുടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗായ്സ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ആ ചീബ്ര ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, എടാ എന്ത് പാട് പറ. കട്ട് ചെയ്യണോ? പിന്നെ ഇത് പൊക്കി കാണി. മട്ടൻ അല്ലേ? ആ മതി. അടുത്ത് പിന്നെ പ്ലെയിൻ റൈസ് ആണത്. അതെന്താ? അത് ഫിഷ്. അവിടെയുണ്ട് ഫിഷ്. പിന്നെ ബ്രോസ്റ്റഡ്. പൊക്കി കാണിക്കൂ. ബ്രോസ്റ്റഡ്. പിന്നെ പൊറോട്ട ഉണ്ട്. ഇത് പൊളിക്കുന്ന കാണിച്ചത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എന്താ മീനിന്റെ പീസ് ഇങ്ങനെ തന്നെ ചിള്ളി എടുക്കും. ചിള്ളി മീൻ കൊള്ളാം. നല്ല ഫ്ലേവർ ഉണ്ട്.
മീനിന്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെന്താ ചില്ലിയുടെയും നല്ല ഫ്ലേവർ ഉണ്ട്. അടിപൊളി മീൻ, അടിപൊളി. മീനാ അടിപൊളി, നല്ല ഫ്ലേവർ ഉണ്ട്. ചില്ലിയുടെ മറ്റേ ഇതൊന്നല്ല ഞാനും പറഞ്ഞേ. നിങ്ങൾ കഴിച്ചില്ലല്ലോ. ഇങ്ങനെ വേണ്ടാതെ കിട്ടുന്നില്ലല്ലോ, പാവം. നല്ല ദൂരെയുള്ള എങ്ങനെയുണ്ട് ഇവിടെ? നല്ല മടമണ അടിയുണ്ട്. എങ്ങനെയുണ്ട്? സംഭവം ചുട്ട സാധനമാണ്, ചുട്ടതാണ്. അപ്പൊ എനിക്ക് വല്ല കുഴപ്പമില്ല, അത്രയാണ്. അത്രേ തോന്നിയിട്ടുള്ളൂ. മീനും നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. പുളി, ഉപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് വന്നിട്ടുണ്ട് ഫ്രൈയില്. എന്തായാലും കഴിച്ചിട്ട് ബാക്കി പറയാം. കഴിച്ചിട്ട് ബാക്കി. അപ്പം ഗൈസ്, നമ്മളെ മന്തി റൈസും ഫുഡും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഫുഡ്? എന്താ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്? മന്തി, ബീഫിന്റെ കാര്യം. ചോട്ടാപ്പി ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അന്ന് ബീഫിന്റെ ഭാര്യയല്ല എങ്ങനെ കഴിച്ചില്ല? കിങ്കു ബീഫ് കഴിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അത് ആർക്കും കിട്ടുന്നില്ല, സത്യാവസ്ഥ. ഫിഷിന്റെ ടേസ്റ്റ് കാരണം ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്ത്. അടിപൊളി ഫിഷ്, അടിപൊളി ഫിഷ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ഫിഷ്. എടുത്ത ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇഷ്ടമായിട്ടൊന്ന് മാറി നിന്ന് കൈയൊക്കെ മാറ്റി താത്തിട്ട് ഞാനെടുത്ത് കാണിച്ചെന്നാലോ? വേണ്ട, ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് എന്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ പോവാം. എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടു. ചില്ലി എടുക്കുന്ന വിത്ത് മസാല ഇവിടെ മസാല തരികാണ്ട് അയ്യോ, ഇങ്ങനെ നല്ല പുകവാനുണ്ട് ഗൈസ്. ഇതിപ്പോ മീനിന്റെ വേണ്ടി അടി ഇവിടെ കാണാം. അതന്നെ ഗൈസ്. ഫൈനലി നമ്മളെല്ലാവരും സൈഡായിട്ടുണ്ട് ഏകദേശം, പക്ഷെ കംപ്ലീറ്റ് തീർക്കാൻ പറ്റിയില്ല അല്ലേ? എല്ലാവരെയും പ്ലേറ്റ് കാണാം, കാലിയാണ് പ്ലേറ്റ് കാലി. പക്ഷെ റൈസ് കുറച്ച് ഇത്ര ബാക്കിയുണ്ട്. പിന്നെ ഈ സാധനം ഇതെല്ലാം കണ്ടില്ല, ഇതെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ട്. ഇതൊന്നും ആരും കഴിക്കണില്ല. ഇതങ്ങനെ കഴിക്കാൻ പറ്റിയ വേസ്റ്റാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ഇനിയിപ്പോൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ നമ്മുടെ പ്രേമാപ്പൻ ക്യാമ്പ് ഫയർ തീ കൊളുത്തി ആചരിക്കാൻ പോവുകയാണ്, എന്താ പറയാ, കൊണ്ടാടാൻ പോവുകയാണ്. അപ്പൊ ക്യാമ്പ് ഫയർ, ദീപം ദീപം. പ്രേമാപ്പൻ പ്രേമാപ്പൻ, എല്ലാം തണുപ്പിന്റെ എഫക്റ്റ്. അയ്യോ അച്ഛാ, തീക്കൊത്തല്ലേ തീക്കൊത്തല്ലേ, തണുത്തിട്ട് എനിക്ക്. ഈ കഥയുടെ നിശയിൽ നിൽക്കുന്ന പ്രേമാപ്പൻ. അപ്പൊ ഇവിടെ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വന്നോ. എന്തൊക്കെണ്ടാ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഡിയർ അശ്വതി, ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ടെ കട്ടെ. ആ കാണുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു എന്റെ ഹൃദയം നിറഞ്ഞതും അതുപോലെ എന്റെയും എല്ലാവർക്കും അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ ബാക്കിൽ അടിപൊളി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ വിഷ്ണുട്ടനൊക്കെ ഫുൾ ഓണാണ്. എല്ലാരും ഓണാണ്. ഞാൻ ഈ ഓണാണല്ലേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നല്ല ഇതിൽ നിൽക്കട്ടെ. എല്ലാവരും അടിപൊളിയാണ് ഈ ഇയർ. ആൻഡ് അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ഇടുക, പിന്നെ ആ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.